ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഓക്കെ, എനിവേ നമ്മൾ ഇനി ക്ലാസ് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു ക്രാഷ് ബാച്ചിന് പോകുന്ന പോലത്തെ ഒരു രീതിയിലായിരിക്കും കേട്ടോ. റെഗുലർ ക്ലാസ് എന്നുള്ള ലെവലല്ല, അതാവും നിങ്ങൾക്ക് കുറച്ചുകൂടി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉപകാരമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടീഷൻ ആൻഡ് വാറൻറ്റീസ് അല്ലേ. എന്താണ് കണ്ടീഷൻ വാറൻറ്റീൻ്റെ കേസിൽ നമ്മളിവിടെ പറയുന്നത്? ഇവിടെ ഫസ്റ്റ് സ്റ്റിപ്പുലേഷൻസ് ടു ടൈം. എന്താ ഈ സ്റ്റിപ്പുലേഷൻസ് ടു ടൈമിൽ പറയണത്? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എസെൻഷ്യൽ ഫാക്ടർ അല്ല. കരാറിൽ നമ്മൾ പറയുകയാണ് ഇന്ന സമയത്ത് പൈസ കിട്ടണം എന്ന് പറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ടൈം ഒരു എസെൻഷ്യൽ ഫാക്ടറായിട്ട് വരുള്ളൂ. അല്ലാത്ത കാലത്തോളം ഏത് സമയത്ത് പേയ്മെൻറ്റ് കിട്ടി എന്നുള്ളത് ഒരിക്കലും ഒരു എസെൻഷ്യൽ ഫാക്ടർ അല്ല. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, അൺലെസ് ഡിഫറെൻറ്റ് ഇൻഡേഷൻ അപ്പിയേഴ്സ്. നമ്മൾ കരാറിൽ പ്രത്യേകിച്ചൊന്നും പറയാത്ത കാലത്തോളം ടൈം എന്തല്ല, ഒരു എസെൻഷ്യൽ ഫാക്ടർ അല്ല. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ സെക്ഷൻ ലെവലിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയണത് ഇൻട്രൊഡക്ഷൻ ഓഫ് കണ്ടീഷൻ വാറൻറ്റീസ്. കണ്ടീഷൻ വാറൻറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലറും ബയ്യറും തമ്മിൽ കച്ചവടം നടത്തുമ്പോൾ ഒരുപാട് റെപ്രസെൻറ്റേഷൻസ് ആര് നടത്തും? സെല്ലർ ബയ്യറോട് നടത്തും. മനസ്സിലാവുണ്ടോ? കുറേ റെപ്രസെൻറ്റേഷൻസ് നടത്തും. ഈ ഗുഡ്സ് അങ്ങനെയാണ്, ഇത് ഇന്ന പർപ്പസിനൊക്കെ പറ്റും. ബയ്യർ പറയും എനിക്കൊരു ഗുഡ്സ് വേണം, അത് ഇന്ന പർപ്പസിനൊക്കെ ഇതായിട്ടുണ്ട്. അങ്ങനെ കുറേ റെപ്രസെൻറ്റേഷൻസ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും. ഈ റെപ്രസെൻറ്റേഷൻസ് ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത്തരം സ്റ്റിപ്പുലേഷൻസിനെ അഥവാ അത്ര റെപ്രസെൻറ്റേഷൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്റ്റിപ്പുലേഷൻ എന്ന് വിളിക്കും. കേട്ടോ. റെപ്രസെൻറ്റേഷൻ വിച്ച് ഫോം ഓഫ് പാർട്ട് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ അഫക്റ്റ് ദ കോൺട്രാക്ട് ഈസ് കാൾഡ് സ്റ്റിപ്പുലേഷൻ. കോൺട്രാക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റിപ്പുലേഷനായി മാറും. ആ എല്ലാ സ്റ്റിപ്പുലേഷൻസും ഒരേപോലെ, അതായത് എല്ലാ നിബന്ധനകളും ഒരേപോലെ ഇമ്പോർട്ടൻസ് അല്ല. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കണ്ടോ, ദ മോർ സിഗ്നിഫിക്കൻറ്റ് സ്റ്റിപ്പുലേഷൻ കണ്ടെയ്ൻ കോൺട്രാക്ട് ഓഫ് സെയിൽ ഗുഡ്സ് ഹാവ് ബീൻ കാൾഡ് കണ്ടീഷൻ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ നിബന്ധനയെ കണ്ടീഷൻ എന്ന് വിളിക്കും. അതേസമയം ലെസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വാറൻറ്റി എന്ന് വിളിക്കും. ഓക്കെ, നമുക്കറിയാമല്ലേ. അപ്പോൾ എന്താണ് കണ്ടീഷൻ വാറൻറ്റി? സെല്ലറും ബയ്യറും തമ്മിലൊരു കച്ചവടം നടത്തുമ്പോൾ ഒരുപാട് സ്റ്റിപ്പുലേഷൻസ് വെച്ചിട്ടുണ്ടാവും, ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ടാവും. ആ വെച്ച നിബന്ധനകളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? കണ്ടീഷൻ ആൻഡ് വാറൻറ്റി. സ്റ്റിപ്പുലേഷൻ ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ റെഫറൻസ് ടു ദ ഗുഡ്സ് വിച്ച് ആർ സബ്ജക്റ്റ് ടു ദെയർ ഓഫ് മേ ബി കണ്ടീഷൻ ഓർ വാറൻറ്റി. അപ്പോൾ ഒരു കരാറിലുള്ള സ്റ്റിപ്പുലേഷൻ മേ ബി എന്താവാം? കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ എന്താവാം? വാറൻറ്റി ആവാം. അപ്പോൾ എന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോക്കടാ, കണ്ടീഷൻ ഈസ് ദ എസെൻഷ്യൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്ട്, ബ്രീച്ച് ഓഫ് വിച്ച് ഗീവ് റൈറ്റ് ടു ട്രീറ്റ് ദ കോൺട്രാക്ട് ആസ് എ റെപ്യൂട്ടേറ്ററി. കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വസ്തു മേടിക്കുമ്പോൾ ഒരു പ്രധാന പർപ്പസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കണ്ടീഷൻ. ഓരോ ആൾക്കാരും ഓരോ വസ്തു മേടിക്കുമ്പോൾ അവർക്ക് ഒരു പ്രധാന ഉദ്ദേശം ഉണ്ടാവും അല്ലേ? ഈ വസ്തു ഇന്ന പർപ്പസുമായിട്ട് ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ പർപ്പസിനെ നമുക്ക് കണ്ടീഷൻ എന്ന് വിളിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ, പി വാണ്ടഡ് ടു പർച്ചേസ് കാർ ഫ്രം ക്യൂ. പി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യേണ്ടത്? ക്യൂവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കാർ മേടിക്കണം. അയാളുടെ പ്രധാന ഉദ്ദേശം എന്താ? കാറിന് ഒരു 20 കിലോമീറ്റർ മൈലേജ് വേണം. 1 ലിറ്റർ അടിച്ച് കഴിഞ്ഞാൽ 20 കിലോമീറ്ററെങ്കിലും ആ കാർ ഓടണം. അപ്പോൾ അദ്ദേഹത്തിന് 20 കിലോമീറ്റർ മൈലേജൊക്കെ വേണം. അങ്ങനെ ക്യൂ എന്ത് ചെയ്തു മക്കളെ? പിക്ക് ഒരു കാറ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, താങ്കളുടെ 20 ലിറ്റർ മൈലേജുള്ള കാർ ഇതാ, ഈ കാർ താങ്കൾക്ക് സ്യൂട്ടബിൾ ആണ് പറഞ്ഞു. അപ്പോൾ ഈ കാർ മേടിക്കുന്ന പിയുടെ പ്രധാന ഉദ്ദേശം എന്താ? അയാൾ ആ കാർ മേടിക്കുമ്പോൾ അയാൾ ആ കാർ എന്ത് നിർബന്ധമായിട്ട് ആ കാറിന് 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടായിരിക്കണം എന്നാണ്. അങ്ങനെ ക്യൂ ഒരു കാർ ആർക്ക് കാണിച്ചു കൊടുത്തു? പീന് കാണിച്ചു കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു മക്കളെ? പി ഒരു കാർ മേടിച്ചതിന് ശേഷമാണ് പിക്ക് മനസ്സിലായത് ഈ കാർ 20 കിലോമീറ്റർ മൈലേജ് ഒന്നുമില്ല, എത്ര കിലോമീറ്റർ ഉള്ളൂ? വെറും 15 കിലോമീറ്റർ മൈലേജ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ ബ്രീച്ച് വരുത്തിയത്? കണ്ടീഷനാണ് ബ്രീച്ച് വരുത്തിയത് അല്ലേ? എന്താ ബ്രീച്ച് വരുത്തിയത്? കണ്ടീഷൻ. ദിസ് എമൗണ്ട് ഓഫ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ബിക്കോസ് ദ സെല്ലർ മെയ്ഡ് സ്റ്റിപ്പുലേഷൻ വിച്ച് എസൻസ് ഓഫ് കോൺട്രാക്ട്. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ് 15 കിലോമീറ്റർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടീഷനിൽ ബ്രീച്ച് വരുത്തി. കണ്ടീഷനിൽ ബ്രീച്ച് വരുത്തി കഴിഞ്ഞാൽ എന്തൊക്കെ പറ്റും? ഗുഡ്സ് റിട്ടേൺ കൊടുക്കാനും പറ്റും, ഡാമേജസ് ക്ലെയിം ചെയ്യാനും പറ്റും. ഗുഡ്സ് റിട്ടേൺ കൊടുക്കാനും പറ്റും, ഡാമേജസ് ക്ലെയിം ചെയ്യാനും പറ്റും. 2 അവകാശങ്ങളാണ് കണ്ടീഷനിൽ ബ്രീച്ച് വരുത്തി. നമുക്കറിയാം അല്ലേ? വളരെ സിമ്പിൾ യൂണിറ്റാണിത്. ദെൻ വാറൻറ്റിയോ? വാറൻറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കൊളാട്രൽ ടു ദ മെയിൻ പർപ്പസ്. ഒരു മെയിൻ പർപ്പസ് ഉണ്ടെങ്കിലേ വാറൻറ്റിയും കൊണ്ട് ഉപകാരമുള്ളൂ. മെയിൻ പർപ്പസ് ഇല്ലാത്തൊരു ഗുഡ്സിന് നമുക്ക് എന്ത് കിട്ടിയിട്ട് കാര്യമില്ല? വാറൻറ്റി കിട്ടിയിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സപ്പോസ് ഒരു കാർ മേടിക്കുമ്പോൾ ആ കാറിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? കാർ ഓടിക്കാൻ പറ്റുന്നതായിരിക്കണം എന്നാണ് നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഓടിക്കാൻ പറ്റാത്ത കാറിന് ലൈറ്റ് കത്തിയോണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ലൈറ്റ് കത്തുക എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എന്തിനു ഉദാഹരണമായിട്ട് പറയാം? വാറൻറ്റിക്ക് ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഫോൺ നമ്മൾ മേടിച്ചു. ഫോൺ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, അതിൻ്റെ ടച്ചൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്ന് ഫോൺ വിളിക്കാൻ പറ്റില്ല.
അപ്പോൾ ഒരു പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് എന്താ, ഫോൺ വിളിക്കലാവും. പക്ഷേ ബാക്കിയുള്ള ആ മെയിൻ പർപ്പസ് ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഉപകാരമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു മെയിൻ പർപ്പസ് ഉണ്ടെങ്കിലേ ഏതും കൊണ്ട് ഉപകാരമുള്ളൂ, വാറൻറ്റിയും കൊണ്ട് നമുക്ക് ഉപകാരമുള്ളൂ. ഓക്കെ, അപ്പോൾ വാറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വാറൻറ്റി ഈസ് എ സ്റ്റിപ്പുലേഷൻ ടു ദ കൊളാട്രൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് എ കോൺട്രാക്ട്. വാറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഗുഡ്സ് മേടിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെയിൻ പർപ്പസിനുമായി ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് കിടക്കുന്ന, കണ്ടോ, കൊളാട്രൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് എ കോൺട്രാക്ട് ബ്രീച്ച് ഓഫ് വിച്ച് ഗീവ് റൈസ് ടു ക്ലെയിം ഡാമേജസ്. അതായത് കണ്ടീഷനിൽ ബ്രീച്ച് വരുത്തുകയാണെങ്കിൽ നമുക്ക് ഗുഡ്സ് റിട്ടേൺ കൊടുക്കാനും പറ്റും, ഡാമേജസും ക്ലെയിം ചെയ്യാം. എന്നാൽ വാറൻറ്റിയിൽ ബ്രീച്ച് വരുമ്പോൾ രണ്ട് അവകാശമില്ല, ഒരേ ഒരു അവകാശം. ഏത് മാത്രം, ഡാമേജസ് ക്ലെയിം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ഒരിക്കലും ഗുഡ്സ് റിട്ടേൺ കൊടുക്കാനായിട്ട് പറ്റില്ല. ഇനി സ്റ്റിപ്പുലേഷൻ്റെ കോൺട്രാക്ട് ഓഫ് സെയിൽ കണ്ടീഷൻ വാറൻറ്റി ഡിപ്പെൻഡ്സ് ഓഫ് ഈച്ച് കേസ്. നിങ്ങളുടെ സ്റ്റിപ്പുലേഷൻസ് കണ്ടീഷനാണോ വാറൻറ്റി ആണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കരാറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വ്യക്തികൾ ഓരോ സാധനം മേടിക്കുമ്പോൾ അവരുടെ പർപ്പസ് വരും. ഇപ്പോൾ ഒരു ഫോൺ മേടിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചേക്ക്, ഒരു മാർക്കറ്റിൽ ഒരാൾ ഫോൺ മേടിക്കുമ്പോൾ പലർക്കും പല പർപ്പസാവും. ചില ആൾക്കാർക്ക് നല്ല വീഡിയോക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫോണായിരിക്കണം, ചില ആൾക്കാർക്ക് നല്ല ഗെയിം കളിക്കാൻ പറ്റുന്നതായിരിക്കണം, ചില ആൾക്കാർക്ക് അല്ലേ, ഓരോ ആൾക്കാർക്ക് ഓരോരോ പർപ്പസുകളുണ്ടാവും. അപ്പോൾ കണ്ടീഷനും വാറൻറ്റിയും ഓരോ കരാറിനനുസരിച്ച് എന്ത് ചെയ്യാം, ഡിപ്പെൻസ് ആയിരിക്കും എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഗുഡ്സിൻ്റെ പ്രധാന പർപ്പസിന് കണ്ടീഷൻ. വാറൻറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കൊളാട്രൽ ടു ദ മെയിൻ പർപ്പസ്. ഇവിടെ രാം കൺസൾട്ട് ശ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. രാം എന്ത് ചെയ്തു, ഇതും ഈ കണ്ടീഷൻ ബ്രീച്ച് വരുത്താനുള്ള ഉദാഹരണമാണ്. അയാൾ ടൂറിംഗ് പർപ്പസിന് വേണ്ട ഒരു കാർ വേണം പറഞ്ഞു, അവസാനം മറ്റും കൊടുത്തത് ഏതാ, മാരുതി കാറാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ടൂറിംഗ് പർപ്പസിന് ഓക്കെയാണത് അല്ല. അപ്പോൾ എന്തിലാണ് ബ്രീച്ച് വരുത്തിയത്, കണ്ടീഷനിലാണ് ബ്രീച്ച് വരുത്തിയത്. കണ്ടീഷനിൽ ബ്രീച്ച് വരുത്തി കഴിഞ്ഞാൽ ഗുഡ്സ് റിട്ടേൺ കൊടുക്കാനും ഡാമേജസ് ക്ലെയിം ചെയ്യാനും പറ്റും. അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചായി. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് നമ്മളിവിടെ കണ്ടീഷൻ വാറൻറ്റി നമ്മളുടെ ഡിഫറൻസ് നമ്മൾ പറയണ്ടേ. എന്തൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടീഷൻ ആൻഡ് വാറൻറ്റി? കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ, സ്റ്റിപ്പുലേഷൻ. 4 മാർക്കിനൊക്കെ മേ ബി ചോദിക്കാം അല്ലേ. കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, സ്റ്റിപ്പുലേഷൻ എസെൻഷ്യൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് എ കോൺട്രാക്ട്. ഒരു ഗുഡ്സുമായി ബന്ധപ്പെട്ട ഒരു മെയിൻ പർപ്പസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക, കണ്ടീഷൻ എന്നുള്ളതുകൊണ്ട് വിളിക്കാം. മനസ്സിലാവുണ്ടോ? വാറൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്റ്റിപ്പുലേഷൻ കൊളാട്രൽ ടു ദ മെയിൻ പർപ്പസ് ഓഫ് കോൺട്രാക്ട്. മെയിൻ പർപ്പസ് അതായത് ഓടുന്ന കാറിന് ലൈറ്റ് കത്തിയിട്ട് കാര്യമുള്ളൂ അല്ലേ, ഓടുന്ന കാറിന് ലൈറ്റ് കത്തിയിട്ട് കാര്യമുള്ളൂ. അതേപോലെയാണ് ഇവിടെ പറയണത്, മെയിൻ പർപ്പസ് ഉണ്ടെങ്കിൽ ഏതും കൊണ്ട് ഉപകാരമുള്ളൂ, വാറൻറ്റിയും കൊണ്ട് ഉപകാരമുള്ളൂ. ദെൻ റൈറ്റ് ഇൻ കേസ് ഓഫ് ബ്രീച്ച്. കണ്ടീഷനിൽ ബ്രീച്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ അവകാശം കിട്ടും, എഗ്രീഡ് പാർട്ടി. എഗ്രീഡ് പാർട്ടി, ബുദ്ധിമുട്ടുണ്ടായ പാർട്ടി അല്ലേ, ആ വ്യക്തിക്ക് എന്തിനൊക്കെ അവകാശമുണ്ട്, കരാർ അവസാനിപ്പിക്കാനോ ഡാമേജസ് ക്ലെയിം ചെയ്യാനോ 2 അവകാശം. വാറൻറ്റിയിൽ നിങ്ങൾക്ക് എന്തിനു മാത്രം അവകാശമുള്ളൂ മക്കളെ, ഡാമേജസ് ക്ലെയിം ചെയ്യാം. ദെൻ കൺവേർഷൻ ഓഫ് സ്റ്റിപ്പുലേഷൻ, അതായത് കണ്ടീഷനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാറൻറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എങ്ങനെ സാറേ കണ്ടീഷനെ വാറൻറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം? അവിടെ കണ്ടീഷനിൽ ബ്രീച്ച് വന്നാൽ നമുക്ക് 2 അവകാശം കിട്ടുക അല്ലേ. കണ്ടീഷനിൽ ബ്രീച്ച് വന്നാൽ എത്ര അവകാശം മക്കളെ, 2 അവകാശം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടീഷനിൽ ബ്രീച്ച് എത്തിയുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ട ഗുഡ്സ് ഒന്ന് റിട്ടേൺ കൊടുക്കേണ്ട എന്ന് മാത്രം മതി, ഗുഡ്സ് ഒന്നും റിട്ടേൺ കൊടുക്കേണ്ട എന്തുമാത്രം മതി, ഡാമേജസ് മാത്രം മതി നമ്മൾ വിചാരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടീഷൻ നമ്മൾ എന്താക്കി, ഈ വാറൻറ്റി ആയി ട്രീറ്റ് ചെയ്തതിന് തുല്യമല്ലേ. കാരണം നമ്മൾ ഗുഡ്സ് റിട്ടേൺ കൊടുക്കേണ്ട എന്നുള്ളത് നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ്, എന്നിട്ട് നമ്മൾ ഡാമേജസ് മാത്രം മതി. അപ്പോൾ 2 അവകാശമുള്ളത് നമ്മൾ തന്നെ ഒന്നാക്കി ചുരുക്കി, കണ്ടീഷനെ എന്താക്കി മാറ്റാം, വാറൻറ്റി ആയിട്ട് മാറ്റാം. ഇനി അതേസമയം വാറൻറ്റിനെ കണ്ടീഷനാക്കി മാറ്റാൻ പറ്റുമോ, ഡാമേജസ് മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പിന്നെ ഗുഡ്സ് റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ, പറ്റില്ല. അപ്പോൾ കണ്ടീഷനെ വാറൻറ്റി ആക്കി മാറ്റാം, വാറൻറ്റീനെ ഒരിക്കലും കണ്ടീഷനാക്കി മാറ്റാൻ പറ്റില്ല. അത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിഫറൻസിൽ അറിയുന്നത്. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളാണ് കണ്ടീഷനെ നമ്മൾ വാറൻറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുക, സെക്ഷൻ 30 അതിൽ നമ്മളിവിടെ പറഞ്ഞത്. ഇതിൽ അല്ലേ ഏതൊക്കെ സാഹചര്യങ്ങളാണ് കണ്ടീഷനെ നമ്മൾ വാറൻറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. നമ്മൾ വളണ്ടറിലി നമ്മൾ മാറ്റുന്നതുകൊണ്ട് കമ്പൽസറി നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, 2 പോയിൻറ്റുകൾ നമ്മളിവിടെ പറയുന്നുണ്ട് അല്ലേ. അതിൽ ഫസ്റ്റത്തെ സിറ്റുവേഷൻ കണ്ടോ, ഫസ്റ്റത്തെ സിറ്റുവേഷൻ ഇതിൽ 1, 2, 3, 4 പോയിൻറ്റുകൾ പറയുന്നുണ്ട് കണ്ടീഷനെ വാറൻറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഇതിൽ 1ാമത്തെയും 2ാമത്തെയും പോയിൻ്റില്ലേ, ഈ പറയുന്ന 30ൻ്റെ കീഴിലുള്ള 31, 13 സബ്സെക്ഷൻ 2, അതായത് ഈ കാണുന്ന 2 സ്ക്രീനിൽ ഇപ്പോൾ ഉള്ളത്, ഇത് 2ൻ്റെ അവിടെ നിങ്ങൾ ഒരു ഐഫ് ഇട്ടിട്ട് എഴുതി വെച്ചോ, വളണ്ടറി വേവർ. എന്തെന്നറിയാം, വളണ്ടറി വേവർ എന്നറിയും. അതേസമയം ഇവിടുത്തെ കേസിൽ എന്താ പറയണത്, കമ്പൽസറി വേവർ എന്നാണ് പറയാം. അവസാനത്തെ 2 സിറ്റുവേഷൻ നമ്മൾ എന്തെന്ന് വിളിക്കാം, കമ്പൽസറി വേവർ. അപ്പോൾ ആദ്യത്തെ 2 ഏതാ, വളണ്ടറി വേവർ ആണെങ്കിൽ ബാക്കി 2 ഏതാ മക്കളെ, കമ്പൽസറി വേവറാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിവിടെ ഈ വളണ്ടറി വേവറിൻ്റെ കേസിൽ നമ്മളിവിടെ പറയുന്നത്, വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. അതായത് ഒരു ഗുഡ്സ് റിട്ടേൺ കൊടുക്കണം എന്നുള്ള കൊടുക്കാനായിട്ട് ആർക്ക് പറ്റും, ബയ്യർക്ക് പറ്റും. ഓക്കെ, ഗുഡ്സ് റിട്ടേൺ കൊടുക്കാനായിട്ട് ബയ്യർക്ക് പറ്റും. പക്ഷേ ഗുഡ്സ് റിട്ടേൺ കൊടുക്കുന്നില്ല എന്ന് ആരെന്നെ തീരുമാനിക്കുകയാണ്, ഈ പറയുന്ന ബയ്യറിനെ തീരുമാനിക്കുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് എന്തായി, കണ്ടീഷനെ വാറൻറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തതിന് തുല്യമാണ്. ഗുഡ്സ് റിട്ടേൺ കൊടുക്കാൻ പറ്റും, പക്ഷേ അയാൾ കൊടുക്കുന്നില്ല, സ്വമേധയാ വേണ്ടാന്ന് വെക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 സിറ്റുവേഷൻ വളണ്ടറി വേവർ അല്ലേ.
അയാൾക്കുള്ള അവകാശം അയാൾ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ എന്തിന് തുല്യമായി? വാറൻറ്റിക്ക് തുല്യമായി. ഡാമേജസ് മാത്രം മേടിക്കുക എന്നുള്ള ഒരവസ്ഥയായി. അപ്പോൾ കണ്ടീഷനിൽ ബ്രീച്ച് വരുത്തി കഴിഞ്ഞാൽ 2 അവകാശമുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്? ഗുഡ്സ് റിട്ടേൺ കൊടുക്കുന്നില്ല, നമ്മൾ സ്വയം തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ അവകാശം ഏതിന് ബ്രീച്ച് വരുത്തിയതിന് തുല്യമായി? വാറൻറ്റിക്ക് ബ്രീച്ച് വരുത്തിയതിന് തുല്യമായി. അല്ല ഒന്നാമത്തെ സിറ്റുവേഷൻ ഉണ്ടാവും, വേർ ദ ബയർ ഓൾ ടുഗദർ വേവ് ദ പെർഫോമൻസ് ഓഫ് കണ്ടീഷൻ എ പാർട്ട് ഫോർ ഹിസ് ഓൺ ബെനിഫിറ്റ് വേവ് ദ സ്റ്റിപ്പുലേഷൻ ഇറ്റ് ഷുഡ് ബി വളണ്ടറി വേവർ ബൈ ദ ബയ്യർ. കണ്ടോ, അയാൾ ബയ്യർ മനഃപൂർവ്വം വേണ്ട, കുഴപ്പമില്ല, ഞാൻ ഗുഡ്സ് റിട്ടേൺ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അവകാശം സ്വമേധയാ വേണ്ടാന്ന് വെക്കുകയാണ്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കുക? വളണ്ടറി വേവർ എന്നുള്ളതുകൊണ്ട് വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ? സ്വമേധയാ വേണ്ടാന്ന് വെക്കുകയാണ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ മക്കളെ? അതായത് ഇപ്പോൾ ഒന്നാമത്തെ സിറ്റുവേഷൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കരാറുണ്ടാക്കി. ഓക്കെ, ഒരു കരാറുണ്ടാക്കി. ഇപ്പോൾ സപ്പോസ് ഒരാൾ ഒരു കാറ് മേടിക്കാൻ വേണ്ടി പോയി. കാറ് മേടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അയാൾ സെല്ലറോട് പറഞ്ഞു, എനിക്ക് 20 കിലോമീറ്റർ മൈലേജുള്ള കാർ തന്നെ വേണം. ഓക്കെ, കരാറുണ്ടാക്കിയത് ഒരു 5/4/2024 വിചാരിക്കുക. 5/4/2024 കരാറുണ്ടാക്കി. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് 20 കിലോമീറ്റർ മൈലേജുള്ള കാർ തന്നെ വേണമെന്ന് പറഞ്ഞ ആൾ ഉറപ്പിച്ച് പറഞ്ഞു, കണ്ടീഷൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 8/4 ആയപ്പോൾ ഇയാൾ വിളിച്ച് പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ 10-ാം തീയതി കാറ് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. 5/4 ഉണ്ടാക്കിയ കരാറ് എന്ന് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞ് 10/4 അയാൾ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 8-ാം തീയതി 8/4/2025 എന്ത് ചെയ്തു മക്കളെ? ഈ ബയ്യർ വിളിച്ചിട്ട് പറയാണ്, എനിക്ക് 20 കിലോമീറ്റർ മൈലേജുള്ള കാർ തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല, ഇപ്പോൾ അതിൽ കുറഞ്ഞു പോയി ഇച്ചിരി പ്രശ്നമൊന്നുമില്ല. അവസാനം 10-ാം തീയതി ഇവർ ഒരു കാറ് കൊടുന്നു 15 കിലോമീറ്റർ മൈലേജാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ കാരണം പറഞ്ഞുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യാൻ പറ്റുമോ? 15 കിലോമീറ്റർ ഉള്ളതെന്ന് അല്ല, പറ്റില്ല. കാരണം എന്താ? നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ പെർഫോം ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ആരെന്നെ മക്കളെ? നിങ്ങൾ തന്നെയാണ് അല്ലേ? അയാൾ 20 കിലോമീറ്റർ മൈലേജ് കാറ് വേണമെന്ന് പറഞ്ഞത് അയാൾ തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ മാറ്റി പറഞ്ഞു ഡെലിവറിക്ക് മുമ്പ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി 20 കിലോമീറ്റർ മൈലേജ് ഇല്ല പറഞ്ഞൊരു ഗുഡ്സ് റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ദെൻ സെക്കൻഡ് പോയിൻ്റ് എന്താ? വേർ ദ ബയ്യർ എലക്റ്റഡ് ടു ട്രീറ്റ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആസ് എ ബ്രീച്ച് ഓഫ് വാറൻറ്റി. അതായത് ഫസ്റ്റത്തെ സിറ്റുവേഷനിൽ നമ്മൾ കരാറ് പെർഫോം ചെയ്യുന്നതിന് മുമ്പേ ആ കണ്ടീഷൻ വേണ്ടാന്ന് വെച്ചു. ഓക്കെ, ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ ഒരു കരാറ് പെർഫോം ചെയ്തു. ആര്? സെല്ലർ കരാറ് പെർഫോം ചെയ്തു. പക്ഷേ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്ത് ചെയ്തിട്ടില്ല? സെല്ലർ ഫുൾഫിൽ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, പക്ഷേ അത് സെല്ലർ ഫുൾഫിൽ ചെയ്തില്ല. പക്ഷേ ബയ്യർ എന്ത് ചെയ്തു മക്കളെ? ഗുഡ്സ് റിട്ടേൺ കൊടുക്കുന്നില്ല എന്ന് സ്വമേധയാ തീരുമാനിച്ചു. ഇപ്പോൾ സപ്പോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറിന് 20 കിലോമീറ്റർ മൈലേജ് വേണം നമ്മൾ എന്ന് കരാറുണ്ടാക്കി 5-ാം തീയതി. നമ്മൾ 8-ാം തീയതി വിളിച്ചറിയുകയും ചെയ്തില്ല 20 കിലോമീറ്റർ ഇന്ന് കുറയണമെന്ന്, കുറഞ്ഞു വെച്ചിട്ട് പ്രശ്നമില്ലാന്ന് അങ്ങനെ ഒന്നും വിളിച്ചറിഞ്ഞില്ല. നമ്മൾ 20 കിലോമീറ്ററിന് വേണമെന്നുള്ള വാശിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ആൾ കൊടുന്നു തന്നു, 10-ാം തീയതി കാറ് കൊടുന്നു തന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ കാറ് 20 കിലോമീറ്ററില്ല, 15 കിലോമീറ്ററുള്ള. വേണമെങ്കിൽ നമുക്ക് ആ ഗുഡ്സ് റിട്ടേൺ കൊടുക്കാം. അയാൾ പെർഫോമൻസിൽ വീഴ്ച വരുത്തിയാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്ത മക്കളെ? നമ്മൾ അതെന്ത് ചെയ്തു? ഈ പറയുന്ന അവരോട് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല? റിട്ടേൺ തരുന്നില്ല, ഡാമേജസ് മാത്രം മതി നമ്മൾ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. വേർ ബയ്യർ എലക്റ്റഡ് ടു ട്രീറ്റ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ആസ് എ വൺ ഓഫ് വാറൻറ്റി, ദാറ്റ് ഈസ് ടു സേ ഈ മേ ക്ലെയിം ഡാമേജസ് ഓൺലി. ഡാമേജസ് മാത്രം മതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ? ഫസ്റ്റത്തെ സിറ്റുവേഷൻ എന്താ? കരാറ് പെർഫോം ചെയ്യുന്നതിന് മുമ്പേ കണ്ടീഷൻ വേണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ? കരാറ് പെർഫോം ചെയ്തു, പക്ഷേ അയാൾ എലക്റ്റഡ് ടു ട്രീറ്റ് ബ്രീച്ച് ഓഫ് വാറൻറ്റി, ഡാമേജസ് മാത്രം മതി എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ എ അഗ്രീസ് ടു സപ്ലൈ 10 bags ഓഫ് ഫസ്റ്റ് ക്വാളിറ്റി ഷുഗർ 625 per bag. 625 രൂപയ്ക്ക് അയാൾ എന്ത് ചെയ്തു? ഒരു ഇത് സപ്ലൈ ചെയ്തു. ബട്ട് സപ്ലൈ വേണമെന്ന് പറഞ്ഞ് കരാറുണ്ടാക്കി. പക്ഷേ ആൾ സപ്ലൈ ചെയ്തേതാ മക്കളെ? സെക്കൻഡ് ക്വാളിറ്റി ഷുഗർ. വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബിക്ക് വേണമെങ്കിൽ ആ ഗുഡ്സ് മുഴുവനായിട്ട് റിജക്റ്റ് ചെയ്യാം. പക്ഷേ ബി എന്ത് ചെയ്താൽ കുഴപ്പമില്ല, ഈ സെക്കൻഡ് ഹാൻഡ് ക്വാളിറ്റി എങ്കിൽ സെക്കൻഡ് ഹാൻഡ് ക്വാളിറ്റി അത് സ്വീകരിച്ചു. എന്നിട്ട് കണ്ടോ, അപ്പോൾ അയാൾ എന്ത് ചെയ്യണത്? എലക്റ്റഡ് ടു ട്രീറ്റ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ ബ്രീച്ച് ഓഫ് വാറൻറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തു. എന്നിട്ട് ബാക്കി 25 രൂപ അയാൾ എന്ത് ചെയ്യുക? ഡാമേജസ് ആയിട്ട് മേടിക്കുക. അപ്പോൾ ഗുഡ്സ് റിട്ടേൺ കൊടുക്കാം. പക്ഷേ ബയ്യർ എന്ത് ചെയ്തില്ല? റിട്ടേൺ കൊടുത്തില്ല. കണ്ടോ, ദർ ഈസ് എ ബ്രീച്ച് ഓഫ് കണ്ടീഷൻ, ബയ്യർ ക്യാൻ റിജക്റ്റ് ദ ഗുഡ്സ്. വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. പക്ഷേ ആൾ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തില്ല, പകരം ഡാമേജസ് മാത്രം മേടിക്കുക. ആ സിറ്റുവേഷനാണ് എന്ത് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ആദ്യത്തെ 2 പോയിൻ്റ് എന്താ മക്കളെ? വളണ്ടറി വേവറാണ്. വളണ്ടറി വേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കണ്ടോ, വളണ്ടറി വേവർ പറഞ്ഞാൽ അയാൾ സ്വമേധയാ വേണ്ടാന്ന് വെച്ച സിറ്റുവേഷൻ. കമ്പൾസറി വേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അടുത്തത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാവും. ഓക്കെ, തിരിച്ചു കൊടുക്കുന്ന ആഗ്രഹം നമുക്കുണ്ടാവും, പക്ഷേ തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റൂല. ആ സിറ്റുവേഷനാണ് ഇതെന്ന് പറയണത് ഈ പറയുന്ന കമ്പൾസറി വേവർ. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നോൺ സെവറബിളാണ്. അതായത് ഒരു ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും പഴയ രൂപത്തിലേക്ക് ആക്കാൻ പറ്റില്ല. നമ്മൾ ആ ഗുഡ്സ് പകുതിയോളം അക്സെപ്റ്റ് ചെയ്തു അല്ലേ, അല്ലെങ്കിൽ പകുതിയോളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. പിന്നെ നമുക്ക് മനസ്സിലായത് അത് നമ്മൾ വിചാരിച്ച ഗുഡ്സ് അല്ല. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ തന്നെ, ഒരു റൂം നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു മക്കളെ? ഒരു ഫസ്റ്റ് ക്വാളിറ്റി പെയിൻറ്റ് ഓർഡർ ചെയ്തു.
നമ്മൾ എന്ത് ചെയ്തു, പെയിൻ്റൊക്കെ കൊണ്ടുവന്ന് പൊട്ടിച്ച് പെയിൻ്റ് അടിച്ചു. ഒരു പകുതിയോളം പെയിൻ്റ് അടിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇത് ഫസ്റ്റ് ക്വാളിറ്റി പെയിൻ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് തന്നത് സെക്കൻഡ് ക്വാളിറ്റി പെയിൻ്റ് എന്നാൽ നമ്മളിന്ന് ഫസ്റ്റ് ക്വാളിറ്റിയുടെ പൈസ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്താ അവിടെ ചെയ്യാൻ പറ്റുക, ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്തു, പകുതിയോളം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഗുഡ്സ് റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഡാമേജസ് മാത്രം മേടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് മാത്രം മേടിക്കാനേ പറ്റുള്ളൂ മക്കളെ, ഡാമേജസ് മാത്രം. അപ്പോൾ ഗുഡ്സ് റിട്ടേൺ കൊടുക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പഴയ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഡാമേജസ് മാത്രമേ മേടിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ദെൻ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനോ വാറൻറ്റിയോ ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആരാ, നിയമമാണ്, ലോ പറയാണ് നിങ്ങൾ ഈ കണ്ടീഷനും വാറൻറ്റി ഒന്നും ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന എക്സാമ്പിളാണ്. ഒരാൾ ഒരു ബർഗർ ഓർഡർ ചെയ്തു, അതിൽ മയോണൈസും കെച്ചപ്പൊക്കെ വേണമെന്ന് പറഞ്ഞു, നിർബന്ധമായിട്ടും മയോണൈസും കെച്ചപ്പൊക്കെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്തു, ഈ സെല്ലർ ഗവൺമെൻറ് പറയാണ് ഒരു സെല്ലറും മയോണൈസും കെച്ചപ്പും വിൽക്കരുത് എന്ന് പറഞ്ഞ് ഓർഡർ ഇട്ടു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് പിന്നെ അവർ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്ത് തന്നില്ല, മയോണൈസും കെച്ചപ്പൊന്നും ബർഗറിൻ്റെ ഒപ്പം തന്നില്ല പറഞ്ഞിട്ട് ഗുഡ്സ് റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ, പറ്റില്ല. കാരണം കണ്ടീഷൻ ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ടെന്ന് സെല്ലറോട് ആരാ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ്റാണ് പറഞ്ഞിട്ടുണ്ട്, ലോയാണ് പറഞ്ഞിട്ടുണ്ട്. ലോ പറഞ്ഞ സിറ്റുവേഷനിൽ ആ ഗുഡ്സ് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ കൊടുക്കേണ്ട ആവശ്യകത ഇല്ല എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ എന്താ, വേറെ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് എനി കണ്ടീഷൻ വാറൻറ്റി എക്സ്ക്ലൂസ്ഡ് ബൈ ലോ. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് കണ്ടീഷനെ വാറൻറ്റി ആയി ട്രീറ്റ് ചെയ്യുക, വേറെ ദ ബൈയർ ഓൾ ടുഗദർ വേവ് ദ പെർഫോമൻസ് ഓഫ് കണ്ടീഷൻ. ആദ്യത്തെ രണ്ടെണ്ണം വളണ്ടറി വേവറും പിന്നെ രണ്ടെണ്ണം ഏതാ മക്കളെ, കമ്പൽസറി വേവർ. കമ്പൽസറി വേവറിൻ്റെ പ്രത്യേകത എന്താ, തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം നമുക്കുണ്ടാവും, പക്ഷേ തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. അത്തരം സിറ്റുവേഷനാണ് എന്തെന്ന് വിളിക്കുക, കമ്പൽസറി വേവർ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ.